1964 CPI-യിൽ നിന്ന് പുറത്തുവന്ന് CPIM രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ലാത്ത രാജ്യമായി പോകുമായിരുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. CPM-ന്റെ മാനവ സന്ദേശ സൗഹൃദ യാത്രയുടെ സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേരെ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ചമക്കാൻ ഇന്നിപ്പോഴും ടിവിയും അതുപോലെ തന്നെ ചാനലുകളും പത്രങ്ങളും മാതൃഭൂമിയും മനോരമയും എല്ലാം കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നടത്തുമ്പോൾ റഫീഖിന്റെ പേരായിരുന്നു ആദ്യം, പിന്നെ ആ വാഹനം കൊടുത്തയാളുടെ പേരായിരുന്നു. അത് രണ്ടും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായപ്പോൾ രണ്ടും ഇപ്പൊ ചിത്രത്തിലില്ല. ചന്ദ്രശേഖരൻ സാധാരണ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലൂടെ ആ ചന്ദ്രശേഖരൻ വരുന്നതിന് പകരം ഒരു ഫോൺ കോൾ അനുസരിച്ച് പിന്നീട് വഴി മാറിയിട്ടാണ് വന്നത് എന്ന് പ്രഖ്യാപിച്ചു. അന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ അവസാനത്തെ കോൾ ആരുടേതായിരുന്നു? ആരുടെ ഫോൺ കോൾ അനുസരിച്ചാണ് ഈ കൊലയാളികളുടെ മുമ്പിലേക്ക് ചന്ദ്രശേഖരൻ ചെന്ന് ചാടിയത് എന്ന കാര്യം ഇപ്പോഴും കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ തെളിവുണ്ടായിട്ടും ആ തെളിവ് അവർ ലോകത്തിന്റെ മുമ്പിൽ പറയുന്നില്ല. റഫീഖ് മിക്കവാറും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടാവാം, പക്ഷേ കസ്റ്റഡിയിൽ ഹാജരാക്കുന്നില്ല. ഹാജരാക്കിയാൽ അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കില്ല. കാരണം രാഷ്ട്രീയ ബന്ധം നോക്കുമ്പോൾ കോൺഗ്രസോ ലീഗോ NDF ഒക്കെയാണ്. റഫീഖിന്റെ വിരലടയാളമുണ്ട് എന്നവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരെ പറ്റിയും പറയുന്നുണ്ട്. കൊന്നവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നവർ പറഞ്ഞു. കൊല്ലിച്ചവരാരാണ് നോക്കട്ടെ എന്നാണ് DGP പറഞ്ഞിട്ടുള്ളത്. കണ്ടുപിടിക്കണം. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാറിയപ്പോ 64 സാഹചര്യമാണ് ഇപ്പോഴുണ്ടാകുമെന്ന് ചില പത്രങ്ങൾ പറയുകയുണ്ടായി, ചില വാർത്തകൾ വരികയുണ്ടായി. 64 സാഹചര്യം
ദേശീയ വിപ്ലവത്തിന്റെ പേര് പറഞ്ഞ് കോൺഗ്രസുമായിട്ട് ചേർന്ന്, കോൺഗ്രസ് ഇന്ത്യയിലെ കുത്ത മുതലാളിത്തത്തിന്റെ പാർട്ടിയല്ല, ഭൂപ്രഭുത്വത്തിന്റെ പാർട്ടിയല്ല, സാമ്രാജ്യത്തിന്റെ പാർട്ടിയല്ല, ദേശീയ ഭൂഷ്വാസിയാണ്. ആ ദേശീയ ഭൂഷ്വാസിയോടൊപ്പം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിപ്ലവം നടത്താൻ സാധിക്കും, അല്ലെങ്കിൽ വിപ്ലവം വേണ്ടാതെ തന്നെ കാര്യങ്ങൾ നടത്താൻ കഴിയും, സാമൂഹ്യ പരിവർത്തനത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ അനുബന്ധമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴാണ് EMS-ഉം AKG-യും ഉൾപ്പെടെയുള്ള സുന്ദരിയും ഉൾപ്പെടെയുള്ള BTR ഉൾപ്പെടെയുള്ള നേതൃനിര 32 ആൾ അതിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം കൊണ്ടില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുമായിരുന്നു. ഈ പാർട്ടി രൂപപ്പെട്ടപ്പോഴാണ് മറ്റ് പലർക്കും അതിന് ഭാഗമായിട്ട് നിൽക്കാൻ സാധിച്ചത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അന്ന് പ്രത്യശാസ്ത്രപരമായ തർക്കമുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാർട്ടി പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. അന്ന് വിവിധങ്ങളായ രാഷ്ട്രീയ മീമാംസയുടെ പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഒരു പാർട്ടിയായിട്ട് നിന്ന് പോവില്ല എന്ന് ഉറപ്പു വന്നപ്പോഴാണ് സ്വതന്ത്രമായ ഒരു മാർക്സിസ്റ്റ് പാർട്ടി വേണം എന്ന് കണ്ട് CPIM രൂപീകരിച്ചത്. ആ CPIM രൂപീകരിച്ച ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞാൽ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയോ? കൊടുക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഒരു സംശയവും ഇടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും ഒന്നും ആർക്കും തന്നെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ MP നയിച്ച തെക്കൻ ജാഥയും CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ നയിച്ച വടക്കൻ ജാഥയും പുതിയകോട്ടയിലെ മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്ത് എത്തിയാണ് സമാപിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം P. അപ്പുക്കുട്ടൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ, M. രാജഗോപാൽ, MV കോമൻ നമ്പ്യാർ, K. പുരുഷോത്തമൻ, K. ബാലകൃഷ്ണൻ, M. പൊക്ലൻ എന്നിവർ പ്രസംഗിച്ചു. 2 മേഖലകളായി തിരിച്ച് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ പിന്നിട്ടാണ് യാത്ര കാഞ്ഞങ്ങാട് സമാപിച്ചത്.